ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയൊഴുകുന്ന ഈ ദിനത്തിൽ ഈശോയോട് കൂടെ നടക്കാനും ഈശോയോട് കൂടെ ഇരിക്കാനും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവവചന വിചിന്തനത്തിൽ ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തോട് ഈശോ പറഞ്ഞു വയ്ക്കുന്ന ആത്മീയ ഒരു സത്യമാണ്: ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. മനുഷ്യന് പലതരം വഴികളുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ ഇടറുന്ന വേളകളിൽ അവൻ നടന്നു നീങ്ങുന്ന ചില വഴികൾ, അല്ലെങ്കിൽ അവൻ്റെ സന്തോഷത്തിൽ അവൻ നടന്നു നീങ്ങുന്ന വഴികൾ, ഇതെല്ലാം ഇതിനപ്പുറമായി ഒരു വ്യത്യസ്തമായ വഴിയാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ ഇടയിൽ ചില വഴികളുണ്ട്. അത് മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴാണ് അവൻ്റെ ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു വളർച്ചയുണ്ടാകുന്നത്. പലപ്പോഴും ദൈവത്തിൻ്റെ വഴികൾ തിരിച്ചറിയാത്തതാണ് മനുഷ്യൻ്റെ പല പതനത്തിനും പല തകർച്ചയ്ക്കും കാരണമെന്ന് ഇന്ന് ഈ ലോകത്ത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. മനുഷ്യൻ്റെ വഴികൾ പലപ്പോഴും മനുഷ്യനെ തിരിച്ചറിയാം. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ദൈവം തുറന്നു വച്ചിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മുടെ മാനുഷിക കഴിവുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാധിക്കാറില്ല. മറിച്ച് നമ്മുടെ എളിമ കൊണ്ടും നിഷ്കളങ്കത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിശുദ്ധ ജീവിതം കൊണ്ടും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സത്യമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴികൾ. നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള യഥാർത്ഥ വഴികൾ? ആ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മയുള്ള ബോധ്യങ്ങൾ, അത് തിരിച്ചറിയാനാണ് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിലെ പ്രിയപ്പെട്ടവരെ ദൈവം വഴികാട്ടുന്നതും ദൈവം വിളിച്ചിരുത്തുന്നതും. നമുക്ക് ചിന്തിക്കാം. ആദ്യമേ നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ 25-ാം അധ്യായം 12-ാം വാക്യം. സങ്കീർത്തനം 25:12 വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. കർത്താവിനെ ഭയപ്പെടുന്നവന് അവിടുന്ന് ദൈവത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കും. ദൈവം പോകുന്ന വഴി എന്താണെന്ന് കാണിച്ചു കൊടുക്കും. ബൈബിളിൻ്റെ ചരിത്രത്തിൽ ദൈവത്തെ ഭയപ്പെട്ട, പ്രത്യേകിച്ച് മോശയെ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി വഴി തുറന്നു കൊടുക്കുന്നതും വഴി കാണിച്ചു കൊടുക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹാം ദൈവത്തെ സ്നേഹത്തിലുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട വസ്തുക്കളെല്ലാം അനുഗ്രഹമായിട്ട് മാറി. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അവിടുത്തെ വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ദൈവഭയം ഒരു ദൈവിക പുണ്യമാണ്. ഈ ദൈവിക ഭയം നമ്മിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാകണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഒന്നാമതായിട്ട് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 8-9 തിരുവചനം പറയുന്നുണ്ട്. യേശയ്യാ 55, 8-9 തിരുവചനം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളേക്കാൾ ഉന്നതമത്രേ. വളരെ പ്രധാനപ്പെട്ട യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായൊരു വചനഭാഗമാണ് യെശയ്യാ 55 8-9 തിരുവചനം പറയുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല. പലപ്പോഴും നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ പോലെയാണെന്ന് ചിന്തിക്കുമ്പോഴും ദൈവം പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന ലഘുവായ കാര്യങ്ങളല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ സ്വർഗരാജ്യത്തെക്കുറിച്ചും സ്വർഗത്തിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതിനെക്കുറിച്ചും നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക പുണ്യങ്ങളെ ഓർത്തും ദൈവം ചിന്തയുള്ളവനാണ്. അതാണ് പറയുന്നത്, കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല. പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നു. ദൈവത്തിന് ചില പ്രവൃത്തികളിൽ ദൈവം ചില പദ്ധതികൾ കാണുന്നുണ്ടെന്നുള്ളതാണ് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയാണ്, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. നമുക്ക് പല വഴികളുണ്ട്, നമുക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. പലപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ എവിടെയോ എത്തിച്ചേരാത്ത രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ പോലെയല്ല ഈ സഹനങ്ങളിൽ, ഈ വേദനകളിൽ, ഈ പ്രതിസന്ധികളിൽ ഞാൻ കണക്കുകൂട്ടിയിരിക്കുന്നത്. തുടർന്ന് വചനം പറയാണ്, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു. നമുക്കറിയാം, ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നൊരു കാര്യമാണ് ആകാശം. ഇതുപോലെ ഉന്നതമാണ് ദൈവിക ചിന്തകൾ, ദൈവത്തിൻ്റെ വഴികൾ. തുടർന്ന് വചനം പൂർത്തീകരിക്കുന്ന ഇങ്ങനെയാണ്: അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളെക്കാൾ ഉന്നതമത്രേ.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചിന്തകൾ, വഴികൾ, വഴിത്താരകൾ ദൈവത്തിൻ്റെ വഴികളോട് ചേർത്ത് വയ്ക്കുവാൻ, ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളെ കാണുന്നതെന്ന് കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ ഒരു കൃപ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചോദിക്കേണ്ടതാണ്. പൗലോസ്ലീഹ 1 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു. പൗലോസ്ലീഹ എഴുതിയ 1 കൊറിന്തോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 25-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ഇത് മനോഹരമായിട്ട് പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയോട് പറഞ്ഞു വയ്ക്കുന്നൊരു വചനമാണ്. ദൈവത്തിൻ്റെ ഭോഷത്വങ്ങൾ, ദൈവം ചെയ്യുന്ന ചില കണക്കുകൂട്ടലുകളില്ലാത്ത ചില പ്രവൃത്തികൾ. പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവത്തിന് കണക്കുകൂട്ടലുകളില്ല. കണക്ക് കൂട്ടി ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ പലരും ഇന്ന് ലോകത്തുണ്ടാകില്ല, ഞാനടക്കം. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ കണക്ക് കൂട്ടാതെ നമ്മൾ സ്നേഹിക്കുന്നു. ആണ് വചനം പറയണേ, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതാണ്. പലപ്പോഴും ദൈവം നമുക്കും ഒരു സാധ്യതകൾ തരുന്നത് കൂടുതൽ നന്നാകുമെന്ന് ദൈവത്തിന് 100% പ്രതീക്ഷയുള്ളതുകൊണ്ട് ആ പ്രതീക്ഷയ്ക്കൊത്ത് മക്കളായി നമ്മൾ വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴികൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. അതുകൊണ്ട് ഞങ്ങളൊരു ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങളുടെ ശുഭമായി ഭാവിക്കും പ്രത്യാശ നൽകുന്ന പദ്ധതി. തുടർന്ന് വചനം പറയുന്നു, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും. ദൈവം നമുക്ക് തരുന്ന ചില പദ്ധതികളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കും. തുടർന്ന് വചനം പറയുകയാണ്, എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ പൂർണ്ണമായും ഞാൻ നിങ്ങളെ പ്രാർത്ഥനകൾ ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവാണ് അരുൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും, നിങ്ങളുടെ ചിതറിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും ദേശങ്ങളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. അവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചതോ അവിടെ നിന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്ന് ദൈവം കൂടി. അതാണ് പറഞ്ഞത്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് മക്കളെ. ശുഭമായ ഭാവി, നാളെക്കുറിച്ചുള്ള ഇന്നത്തെ കഷ്ടതകളെ നാളത്തെ ഒരു ശുഭമായ ഭാവിക്ക്, ശുഭമായൊരു തലമുറയ്ക്ക് വേണ്ടി ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസാരമായിട്ട് കർത്താവ് കരുതണമെന്ന് പറയാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നല്ലൊരു പദ്ധതി ഒരുക്കുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ ദൈവിക വഴികളിൽ നിന്ന് മനുഷ്യൻ വേർതിട്ട് പോകുന്നതും അതിന് ശേഷം അവനുണ്ടാകുന്ന ചില തകർച്ചകളുമാണ് ഇന്ന് ഈ ലോകത്ത് യുവജനങ്ങൾ മുതൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വലിയ തകർച്ചകൾ. ദൈവിക പദ്ധതികൾ, ദൈവം ഒരു വ്യക്തിയിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഒഴുകുന്നത് ചിലപ്പോൾ ചില കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ, ചില അനുസരണത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുമ്പോൾ, ചില വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന വലിയൊരു കൃപയുണ്ട്. എന്നാൽ ലോകത്തിലുള്ള ലോകാരൂപി പലപ്പോഴും ദൈവീക വഴികളിലൂടെ നടക്കാൻ നമ്മളെ അനുവദിക്കില്ല. അതുകൊണ്ട് തിരിച്ചറിയുക, ജെറമിയ പ്രവാചകൻ പറയുക, ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. അത് മാനുഷികമായി ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ചില വേദനകൾ, ചില സങ്കടങ്ങൾ, ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുക, അതിൽ നിലനിൽക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ പിടിച്ചു നിൽക്കിൻ്റെ ഒരു വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ കാഴ്ചപ്പാടുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ. തുറന്നു പറയുക, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തേണ്ട കാലമാണ്. തുറന്നു പറയുന്നു, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നല്ലതും വിവേചിച്ചറിയാൻ നമ്മൾ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് പറയുക, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു. പൗലോസ് പറയുന്ന, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്, മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും ദൈവ പദ്ധതിയുണ്ട്.
അപ്പോൾ എന്നെക്കുറിച്ചുള്ള പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞാൻ പൂർത്തീകരിക്കുമ്പോൾ, ഞാനുമായി ബന്ധപ്പെട്ട ദൈവജനത്തിന് ഞാനൊരു ശുശ്രൂഷകനായി മാറുമ്പോൾ, എൻ്റെ പൗരോഹിത്യം ഒരു അനുഗ്രഹമായി മാറുമ്പോൾ എൻ്റെ പദ്ധതി പൂവണിയും. ഞാനുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിക്ക് അത് കിട്ടുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന രൂപമാറ്റം ആ വ്യക്തിയിൽ നിന്ന് ആ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്നു, സമൂഹത്തിലേക്ക്. ഇങ്ങനെ ഞാനെന്ന വ്യക്തി ഒരു ദൈവഗീതം പൂർത്തീകരിക്കുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഈ ദൈവഗീതം പൂർത്തീകരിക്കപ്പെടുന്നു. അവരിലൂടെ അനേകരിലേക്ക് ഈ ദൈവഗീതം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികൾ ഈ ലോകത്ത് തുറക്കപ്പെടുന്നത്. നമുക്കറിയാം, മാർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിൽ വരുമ്പോൾ ആ മനുഷ്യനിലുണ്ടായിരുന്ന ഈ ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ സുവിശേഷം ഈ ഭാരത മണ്ണിൽ അറിയിക്കണമെന്ന ദൈവിക പദ്ധതി അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിലൂടെ അനേകരിലൂടെ ഇന്ന് ഈ കേരള സഭ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയുക, ഈ ദൈവിക പദ്ധതി നമുക്കുമുണ്ട്, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ദൈവം തന്നെയായ യേശുവിനെ ഓരോ വിശുദ്ധ കുർബാനയും സ്വീകരിക്കുമ്പോൾ അങ്ങനൊരു ദൈവിക പദ്ധതി നമ്മെക്കുറിച്ച് ഉണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, 7 മാർഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. എങ്ങനെ ഈ ദൈവിക വഴികൾ തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കും, അതിനുള്ള 7 മാർഗങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തുറന്നു വയ്ക്കുന്നത്. ഒന്നാമത്തെ മാർഗം ഇതാണ്: നിങ്ങൾ ഇനി നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയിൽ, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവത്തിലൊന്ന് ആശ്രയിക്കുക, അവിടെ കൃപ കിട്ടും. രണ്ടാമത്തെ മാർഗം എന്നത് ദൈവത്തിന് പ്രസാദകരവും സ്വീകാര്യവുമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ നമ്മൾക്ക് പ്രസാദിപ്പിക്കാൻ പറ്റണം. അതെങ്ങനെയാണ് സാധിക്കുക? ദൈവത്തിന് സ്വീകാര്യമായ വഴികൾ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവിക മാർഗങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ദൈവിക വഴികൾ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന വഴികളിൽ തന്നെ ദൈവം ചില വഴികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മൂന്നാമത്തത്, ദൈവഹിതം പൂർത്തീകരിക്കപ്പെടാൻ നിങ്ങൾ അവനിൽ ആശ്രയിക്കണം. എൻ്റെ ദൈവഹിതം പൂർത്തീകരിക്കാൻ വേറെ എന്തിലും ആശ്രയിച്ചിട്ടും കാര്യമില്ല. കഴിവിലോ ബുദ്ധിയിലോ പഠനത്തിലോ സമ്പത്തിലോ മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവമേ, എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ ദൈവഹിതം എന്താണ് എന്നെക്കുറിച്ചെന്നുള്ളത് അത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവഹിതം പൂർത്തിയാക്കാൻ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. ഈശോയുടെ മുന്നിൽ, കുർബാനയുടെ മുന്നിൽ പോയിരിക്കണം. നമുക്കറിയാം, ഓരോ ആത്മീയ ശുശ്രൂഷകളും ഇന്ന് ലോകത്ത് കടന്നു വന്നിരിക്കുന്നത്, ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ മുന്നിൽ പോയിരുന്നതാണ്. ഷാലോം ടെലിവിഷൻ്റെ ആരംഭം തന്നെ അങ്ങനെയാണ് സ്നേഹമുള്ളവരെ. ഈശോയുടെ മുന്നിൽ പോയിരുന്നപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തതും ഈശോ അറിയിച്ചതുമായ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ മാധ്യമത്തിലൂടെ കാണുന്നത്. ബെന്നി പുന്നത്ര എന്ന് പറഞ്ഞ ആ സഹോദരൻ ഈശോയുടെ മുന്നിൽ പോയിരിക്കുമ്പോൾ ഈശോ കൊടുത്ത വലിയൊരു സന്ദേശമാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ, കേരള സഭയ്ക്ക് വേണ്ടിയിട്ടും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ലോകസഭയ്ക്ക് വേണ്ടിയിട്ടും ഇന്ന് തുടങ്ങിയ ഷാലോം വേൾഡും അതുപോലെ ഷാലോം ടെലിവിഷനും. തിരിച്ചറിയുക, അപ്പോൾ ദൈവഗീതം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ നമ്മൾ പോയിരിക്കണം. നാലാമതായിട്ട്, ദൈവവിശ്വാസം നമ്മൾ ഒരു വാഗ്ദാനമായിട്ട് സ്വീകരിക്കണം. ദൈവം വിശ്വസ്തനാണെന്നും അവിടുത്തെ വിശ്വസ്തതയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് നമ്മൾ ക്രമീകരിക്കണം. വിശ്വാസം എന്നത് ജീവിതത്തെ ഒരു ക്രമീകരിക്കലാണ്. ഞാൻ എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നു, ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തരും, അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു. അതാണ് വിശ്വാസം. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസത്തെ കാത്തിരുന്ന് സ്വീകരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, നാലാമത്തേത് എന്നത് ദൈവം നമ്മളോട് വിശ്വസ്തനാണെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ള വാഗ്ദാനം, അതിൽ വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന് നമ്മൾ ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്താണെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവിക വഴികൾ ഒരു വ്യക്തിയുടെ മുന്നിൽ തുറന്നു കിട്ടും. സ്നേഹമുള്ളവരെ, അഞ്ചാമതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ മുൻപാകെ സ്വയം താഴ്ത്തുന്നത് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ദൈവിക സന്നിധിയിൽ എളിമപ്പെടാനുള്ളൊരു പഠനം നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണം. ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ എളിമപ്പെടുമ്പോൾ ദൈവം ആ വ്യക്തിയെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അറിയണമെങ്കിൽ ദൈവത്തിന് മുന്നിൽ എളിമപ്പെടാൻ പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടതുകൊണ്ടല്ലേ മക്കളെ ദൈവത്തിൻ്റെ വഴി അമ്മയ്ക്ക് തുറന്നു കിട്ടിയത്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ എളിമപ്പെടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് തുറന്നു കിട്ടും. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നുണ്ട്: കർത്താവിൻ്റെ സന്നിധിയിൽ
താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. യാക്കോബ് 4:10 പറയുക, കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവമേ, താഴ്മയുള്ളവരാകാൻ ഒരു കൃപ, എളിമപ്പെടാനുള്ളൊരു കൃപ. ദൈവത്തിൻ്റെ വഴി അറിയണമെങ്കിൽ എളിമയുള്ളവർക്ക് ദൈവത്തിൻ്റെ വഴി ദൈവം കാണിച്ചു കൊടുക്കുക. ഒരു കുഞ്ഞുങ്ങളെ ദൈവം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇവരെ പോലെയുള്ളവരാണ് സ്വർഗ്ഗരാജ്യം. അവരെ തന്നെ അറിയാത്തവരായിരുന്നു. അവർക്ക് അവരുടെ തന്നെ സന്നിധിയിൽ ഈ ലോകത്തൊരു വിലയില്ലാത്തവരായിരുന്നു കുഞ്ഞുങ്ങൾ. അവരെ കൊണ്ടു നിർത്തിയിട്ടാണ് ദൈവം പറഞ്ഞത്, ഇവരെ പോലെയാകുക, എളിമപ്പെടുക, നിഷ്കളങ്കത. നമ്മുടെ ജീവിതത്തിൽ ദൈവ വഴികൾ തുറന്നു തരും. ആറാമതായിട്ട് പറയുന്നത്, നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ ബോധ്യമുള്ളവരാകണം. ദൈവത്തിൻ്റെ വഴി അറിയണമെങ്കിൽ ഞാൻ എൻ്റെ വഴി, എൻ്റെ ആഗ്രഹം, എൻ്റെ ചിന്ത, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആവശ്യങ്ങൾ, അതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കടക്കാനുള്ളൊരു മനസ്സ് വേണം. അവിടെയാണ് ദൈവത്തിൻ്റെ വഴികൾ. നമുക്കറിയാം, മോശ എന്ന ഒരു പ്രവാചകൻ അവൻ്റെ വഴിയല്ല കണ്ടത്. അവൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വഴി തുറന്നു കൊടുക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. അവൻ തിരിച്ചു പറഞ്ഞോർക്കെ, മോശയുടെ ജീവിതത്തിൽ കൃപ ലഭിച്ചത് മറ്റൊരു ജനതയ്ക്ക് വേണ്ടി അവൻ്റെ നേതൃത്വം അവൻ ഉപയോഗിച്ചപ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മൾ നമ്മിലേക്ക് ഒതുങ്ങാതെ ദൈവത്തിൻ്റെ വഴി അറിയാൻ മറ്റുള്ളവരിലേക്ക് നമ്മൾ കടന്നു പോകണം. നമ്മൾ നോക്കിക്കോ, വിശുദ്ധരുടെ ജീവിതത്തിൽ, മദർ തെരേസയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴി തിരിച്ചറിയുന്നത് അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് നടന്നു നീങ്ങിയപ്പോഴല്ല, തെരുവിൻ്റെ മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൈനീട്ടാൻ തുടങ്ങിയപ്പോഴാണ്. ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സഭയുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നടന്നു നീങ്ങിയപ്പോഴാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത്. സഭയിൽ ഓരോ വിശുദ്ധരുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് തിരിച്ചറിയുക, നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാതെ നിങ്ങൾ കൂടെയുള്ളവരുടെ ബോധ്യങ്ങളിലേക്ക് കടന്നു നീങ്ങാൻ സാധിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വഴി തുറന്നു കിട്ടും. അവസാനമായിട്ട് 7ാമത്തെ മാർഗം ഇതാണ്. ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ കാര്യത്തിൽ സമർപ്പണത്തിലും അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാധാന്യം നിങ്ങൾ പഠിക്കണം. ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമർപ്പണം, ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക്, ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരു അപ്പൻ അമ്മയ്ക്ക് എന്ന നിലയ്ക്ക്, ഒരു യുവാവ് എന്ന നിലയ്ക്ക്, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ ദൈവസന്നിധിയിലുള്ള സമർപ്പണം എപ്രകാരമാണ്. രണ്ടാമത്തേത്, നമ്മൾ എത്രമാത്രം ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പുകളെ അനുസരിക്കുക, കൂടെ ഇരിക്കുന്നവരെ, സഭയെ അനുസരിക്കുക, സഭയുടെ കൂട്ടായ്മയെ അനുസരിക്കുക. എപ്രകാരം നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ വിശ്വസ്തത എപ്രകാരമാണ്? നമ്മൾ എങ്ങനെയാണ് വിശ്വസ്തത പുലർത്തുന്നത്? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം നമ്മൾ വളർത്തിയെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സമർപ്പണ ജീവിതം. ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക്, ഒരു സന്യാസി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് നമുക്കൊരു ദൈവസന്നിധിയിൽ ഒരു സമർപ്പണമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോഴാണ് എൻ്റെ സമർപ്പണം ആരംഭിക്കുന്നത്. ജീവിതത്തിൽ സമർപ്പണം എടുത്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആ സമർപ്പണം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ഈ വ്യക്തി സമർപ്പണത്തിലൂടെ ജീവിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ്. എവിടെയാണ് ദൈവകീയ പദ്ധതി നമ്മൾ അറിയും. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സമർപ്പിക്കുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഞാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നിൽ നിറവേറേണ്ടത്. രണ്ടാമത്തേത് അനുസരണമാണ്. പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഈ സമർപ്പണത്തിൽ അമ്മ ഏറ്റെടുത്ത ഏറ്റവും വലിയ തീരുമാനം അനുസരണമാണ്, ഒബീഡിയൻസ്. അനുസരിക്കുക. ഇതാ കർത്താവ്, നീ പറയുന്നത് പോലെ എന്നിൽ നിറവേറട്ടെ, നിൻ്റെ ആഗ്രഹം എന്നിൽ സാധ്യതമാകട്ടെ. അതിനെത്ര കഷ്ടത വന്നാലും, എത്ര സങ്കടം വന്നാലും, എത്ര വേദന വന്നാലും, ആരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പരിശുദ്ധ അമ്മ എടുത്ത തീരുമാനം. അതാണ് അമ്മയിൽ ഈ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ, ദൈവ വഴികൾ തുറന്നു കൊടുക്കാൻ ദൈവം കൃപയായത്. പിന്നീട് പറയുന്നത് നമ്മുടെ വിശ്വസ്തതയാണ്. നമുക്കറിയാം, ഒരു സമർപ്പണം നടത്തിയ വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് വിശ്വസ്തതയാണ്. ഒരു അനുസരണം എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വിശ്വസ്തത. പലപ്പോഴും ഈ ലോകത്തത് വിശ്വസ്തത പലപ്പോഴും നഷ്ടപ്പെടുക. ചുറ്റുപാടുകളിൽ നമ്മൾ നോക്കുമ്പോൾ അനുസരണമുള്ള വ്യക്തിയായിരിക്കാം, അതുപോലെ തന്നെ ആ വ്യക്തി സമർപ്പിച്ച വ്യക്തിയായിരിക്കാം. എന്നാൽ വിശ്വസ്തത എത്രയുണ്ട്? ഒരു ഭാര്യ ഭർത്താവിനോട് നടത്തുന്നൊരു സമർപ്പണമാണ് വിവാഹം എന്നത്. എന്നാൽ അതിന് എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ട്? ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമർപ്പണം അനുസരണമാണ്. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുസരിക്കുക, നീ എന്നെ അനുസരിക്കണമെന്നുള്ള ഒരു സമർപ്പണത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ട്? ആരും അറിയാത്ത ഏകാന്തതകളിൽ നമ്മൾ കടന്നു പോകുന്ന ചില അവസ്ഥകൾ നമ്മുടെ വിശ്വസ്തതയെ പിരിമുറുക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക സ്നേഹമുള്ളവരെ, ഈ ഒരു വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലാണ്. ഇതാണ് ഈ 7 മാർഗങ്ങൾ, ദൈവത്തിൻ്റെ വഴി അറിയാനുള്ള 7 മാർഗങ്ങൾ.
സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസവും നൽകും. വളരെ പ്രധാനപ്പെട്ട ഒരു വചനോട് ഒന്നുകൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം നീ ഭാവിക്കരുത്, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസവും നൽകും. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഒന്ന് ചിന്തിക്കുക. ദൈവം ഒന്നാമത് നമ്മളോട് പറയുന്നത് എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ചെയ്യാൻ നമുക്ക് ഇന്നു മുതൽ പരിശ്രമിക്കാം. അവിടുന്ന് അപ്പോൾ നിനക്ക് വഴി തെളിച്ചു തരും. നീ ചിന്തിക്കുന്ന വഴിയേക്കാൾ നല്ല ചില വഴികൾ ദൈവം തുറന്നു തരും. അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ ദൈവം തുറക്കും. ജ്ഞാനി എന്ന് നീ ഭാവിക്കരുത്, എനിക്കെല്ലാം അറിയാം, ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് അഹങ്കരിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് ഓടിയകന്ന് അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും എല്ലുകൾക്ക് അനായാസവും നൽകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. കർത്താവായ ഈശോയെ, ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്ക്, പല മക്കൾക്കും വഴി അടയ്ക്കപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഈ ടെലിവിഷൻ്റെ മുന്നിലിരുന്ന് ഇത് കാണുമ്പോൾ ദൈവമേ, അവരുടെ കണ്ണുകൾ നനയുന്നുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാം. കർത്താവെ, അങ്ങ് ഇവരുടെ വഴികൾ അടയ്ക്കപ്പെടുന്നതിനല്ല തുറക്കപ്പെടുന്നതിന്. എന്നാൽ സാത്താൻ ഇവരുടെ വഴികൾ അടച്ചിട്ടുണ്ടെങ്കിൽ യേശു നാമത്തിൽ അവ തുറക്കപ്പെടട്ടെ. എഫാത്ത തുറക്കപ്പെടട്ടെ. ദൈവം കാണിച്ചു കൊടുത്ത ഈ 7 മാർഗങ്ങളിലൂടെ നടന്നു നീങ്ങുവാനും തുടർന്ന് വചനം പറയുന്നത് പോലെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ചെയ്യാൻ അവിടുന്ന് എനിക്ക് നൽകുന്ന കൃപാവരത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് മുന്നിലേക്ക് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്താൽ അടയ്ക്കപ്പെട്ട വഴികളെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ വിൽ കമാൻഡ് ഓൾ ദ ഡിമോണിക്കൽ സ്പിരിറ്റ്, all the demonic spirit, you got the body, mind and soul, എല്ലാ തിന്മയുടെ രൂപികളും ഈ സമയം യേശു നാമത്തിൽ ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, ഇവരുടെ യുവതി യുവാക്കളിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ഈ സമയം യേശു നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് വഴി തുറക്കണമേ. അങ്ങയുടെ വഴിയിലൂടെ നടന്നു നീങ്ങാൻ ഞങ്ങൾ കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഈ മക്കളുടെ മേലുണ്ടാകട്ടെ. കർത്താവിൻ്റെ കാരുണ്യം ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടട്ടെ. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ ഈ സമയം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യ കോട്ട ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കൾക്കുണ്ടാകട്ടെ. ഇവരുടെ ജീവിതത്തിൻ്റെ മേല് ദൈവിക ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനങ്ങളുടെ ശക്തിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഇവരുടെ മേലുണ്ടാകട്ടെ. കർത്താവെ, അങ്ങ് വഴി തുറക്കണമേ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. രോഗങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. സങ്കടങ്ങൾ വിട്ടുപോകട്ടെ. നിരാശകൾ വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം ഉണ്ടാകട്ടെ. ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളിലേക്ക് ഈ ജീവിതങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. രോഗികൾ ഈ സമയം സൗഖ്യം പ്രാപിക്കട്ടെ. തകർന്ന മനസ്സുകൾക്ക് ശക്തി ലഭിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്താൽ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാൽ ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവമേ, അങ്ങയുടെ വഴിയിലൂടെ നടക്കാനും അങ്ങയുടെ വഴിയിലൂടെ ജീവിക്കാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.